എല്ലാവർക്കും നമസ്കാരം. NB ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ ഡേ 4 ആണ്. ഇന്ന് ഞാൻ ഇച്ചിരി വീഡിയോ എടുക്കാനൊക്കെ ഇച്ചിരി താമസിച്ചു. കാരണം ഡേ 4 നമുക്ക് തുടങ്ങണമെങ്കിൽ ഡേ 3യുടെ ചലഞ്ച് എന്ന് പറഞ്ഞത് ഫുൾ ഡേ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 6 hours നമ്മൾ ഫോണ് എടുക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു ചലഞ്ച്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ അധികം ഫോണൊന്നും എടുത്തില്ല. അപ്പോൾ ഇന്നലെ വോയിസ് റെക്കോർഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ അങ്ങനൊന്നും പറ്റിയില്ല. ഞാനതെല്ലാം ചെയ്യുന്ന ഡേ 4ലാണ്. ചലഞ്ച് എന്താണെന്ന് ഞാൻ നോക്കി വെച്ചിരുന്നു. എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഇന്നാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ടുള്ള അക്കൗണ്ടുകൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആളുകളെ അൺഫോളോ ചെയ്ത് കളയുക. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ട് ഒരുപാട് പേരെ ആവശ്യമില്ലാതെ നമ്മൾ ഫോളോ ചെയ്യും. അതുമൂലം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്റ്റാറ്റസും അല്ലെങ്കിൽ അവരുടെ സ്റ്റോറീസൊക്കെ കണ്ടു കഴിയുമ്പം നമ്മൾ ആവശ്യമില്ലാതെ നമുക്ക് സ്ട്രെസ്സ് കൂടത്തേ ഉള്ളൂ. നല്ലതുണ്ട്, ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് യാതൊരു ഗുണവും നൽകാത്ത ഒരു 10 അക്കൗണ്ട് അൺഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുകയോ ചെയ്യുക. നമ്മുടെ ലൈഫ് പ്രൊഡക്റ്റീവായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു കാലത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ അറിയാം, നമ്മൾ പരമാവധി ഫോൺ എടുക്കുന്നത് കോൾ ചെയ്യാനും അല്ലെങ്കിൽ മെസ്സേജ് വായിക്കുക അതിനൊന്നും ആയിരിക്കത്തില്ല. കൂടുതലും നമ്മൾ എടുക്കുന്നത് സോഷ്യൽ മീഡിയാസ് നോക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാം. ഈ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൻ്റെ പ്രൊഡക്ടിവിറ്റി നല്ലപോലെ കൂടുന്നതാണ്. റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർ പറയുമായിരിക്കും ഞാൻ ഇതിലാണ് പഠിക്കുന്നത്, ഞാൻ ഇതിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ അതൊക്കെ ഒരു എക്സ്ക്യൂസസ് ആണ്. നമുക്ക് അതിനു വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ ടൈം കണ്ടെത്തി ആ ടൈമിലേക്ക് മാത്രം നമ്മൾ ഫോണ് യൂസ് ചെയ്യുക. ബാക്കിയുള്ള സമയത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ലൈഫ് നല്ല പ്രൊഡക്റ്റീവായിട്ട് മാറും. അപ്പോൾ ഡേ 3